നമസ്കാരം, ഞാൻ അനിഷ വൈശാഖ്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു അടിപൊളി ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു തവണയെങ്കിലും നമ്മൾ ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പിയാണിത്. സൂപ്പർ ടേസ്റ്റാണ്. ഒരു തവണ നമ്മൾ ഉണ്ടാക്കിയാൽ എന്തായാലും ഒരു 1-2 തവണയെങ്കിലും നമ്മൾ വീണ്ടും ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ നമുക്കിത് വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാം. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ പുഡിംഗ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു പാത്രത്തിലാണ്. നമുക്ക് സ്റ്റീൽ ടൈപ്പോ ഗ്ലാസ് ടൈപ്പോ ഏത് ബൗൾ വേണമെങ്കിലും എടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് പഞ്ചസാര ഒന്ന് കരിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 1/4 ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 1/4 ഗ്ലാസ് പഞ്ചസാര എന്ന് പറയുന്നത് നമ്മൾ ടേബിൾ സ്പൂൺ കൊണ്ട് അളന്നെടുക്കുകയാണെങ്കിൽ, ഇതേപോലെ അളന്നെടുക്കുകയാണെങ്കിൽ 5 ടേബിൾ സ്പൂണാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഈ ഒരു വലുപ്പം വരുന്ന ഗ്ലാസ് എടുത്താൽ നമുക്ക് ഒരുവിധം മെഷർമെൻറ്റൊക്കെ കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഇനി കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാലൊന്നും പ്രശ്നമില്ല. അതായത് നമ്മൾ പാലൊക്കെ എടുക്കുന്നുണ്ട്, പാലിൻ്റെ അളവൊന്നും കുറച്ച് കൂടിപ്പോയാലോ അല്ലെങ്കിൽ കുറഞ്ഞു പോയാലൊന്നും കുഴപ്പമില്ല. ഏകദേശം ഈ ഒരു വലുപ്പം വരുന്ന ഗ്ലാസ് എടുത്താൽ മതിയെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പഞ്ചസാര ഏകദേശം ആ ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അലിയിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പാത്രത്തിലോട്ട് ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം. പെട്ടെന്ന് തന്നെ നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുക്കാം. അപ്പോൾ ആ പഞ്ചസാര കരിച്ചെടുത്തിട്ടുള്ളത് എല്ലാ സൈഡിലോട്ടും ആയി കിട്ടും. പെട്ടെന്ന് തന്നെ കട്ട പിടിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ സ്പീഡിൽ വേണം അത് ചെയ്യാൻ. പിന്നെ ഞാനിവിടെ 5 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡിൻ്റെ സൈഡ് ഭാഗമോ അതായത് ബ്രൗൺ കളർ ഭാഗമൊന്നും ഞാൻ കട്ട് ചെയ്ത് കളയുന്നില്ല. നേരിട്ട് ഇതേപോലെ പീസാക്കിയ മരിനേഷം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ സെയിം ഗ്ലാസിൻ്റെ 1.5 ഗ്ലാസ് പാല് വേണം. പാല് ഞാനിവിടെ തണുപ്പുള്ള പാല് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് എടുത്തതാണ്. പാല് തണുത്തതായാലും തണുപ്പില്ലാത്തതായാലും ഒന്നും കുഴപ്പമില്ല. ഞാനിവിടെ 1.5 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ സെയിം ഗ്ലാസിൻ്റെ 1/4 ഗ്ലാസ് പഞ്ചസാരയാണ്. അതും കൂടി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് 3 മുട്ട കൂടി ചേർത്ത് കൊടുക്കണം. മുട്ടയും തണുപ്പുള്ള മുട്ട ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് എടുത്തിട്ട് യൂസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാനിതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ വനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് 2 നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ബ്രെഡും കൂടി ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുത്താൽ മതി. ഒരുപാട് കുറുകി പോകരുത്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഫ്ലെയിം മീഡിയത്തിലോ ലോയിലോ ഇട്ടിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. പെട്ടെന്ന് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്കിത് ചൂടോടുകൂടി തന്നെ നമ്മുടെ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. അതുപോലെ തന്നെ ഞാൻ ഇതേപോലുള്ളൊരു അലുമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നമ്മുടെ കേക്ക് ബോർഡിൻ്റെ മുകളിലൊക്കെ ഉണ്ടാവില്ലേ, ആ ഒരു അലുമിനിയം ഫോയിൽ പറിച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ ഇതേപോലുള്ള പാർസൽ കവർ യൂസ് ചെയ്താലും മതി. മിക്കവാറും വീട്ടിൽ നമ്മൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കാറില്ലല്ലോ, അതുകൊണ്ട് അലുമിനിയം ഫോയിൽ കാണാൻ ചാൻസ് ഇല്ല. അതുകൊണ്ടാണ് ആ ഒരു ഐഡിയ ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇതേപോലെ കവർ ചെയ്തതിന് ശേഷം ഇഡ്ഡലി തട്ടിലോട്ട് വെച്ച് കൊടുക്കാം. ഇഡ്ഡലി തട്ട് ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് നേരെ പാത്രം ഇതിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം വെച്ച് കൊടുക്കണം, കാരണം നമ്മളിത് 3/4 മണിക്കൂറോളം വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് 1/2 മണിക്കൂർ മുതൽ 3/4 മണിക്കൂർ വരെയാണ്. അപ്പോൾ നമ്മൾ വെക്കുന്ന ഫ്ലെയിം അനുസരിച്ചൊക്കെ ഇരിക്കും ആ കുക്കിംഗ് ടൈം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് കറക്റ്റ് 45 മിനിറ്റ്സ് കൊണ്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ കവറ് മാറ്റിയതിന് ശേഷം ചെക്ക് ചെയ്ത് നോക്കാം. കുക്കായി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ അടച്ചു വെച്ച് ഒരു 5-10 മിനിറ്റും കൂടെ ഒന്നുകൂടെ കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പുഡിങ് അടിപൊളിയായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിപ്പോൾ തന്നെ പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റാം. ചൂട് പൂർണ്ണമായിട്ടും മാറിയതിന് ശേഷം ഞാനൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഫ്രീസറിലല്ല, താഴെയാണ് വെച്ചത്. നമ്മൾ ഇതേപോലെ സൈഡ് വിടുവിച്ചെടുക്കുമ്പോൾ പതുക്കെ ചെയ്താൽ മതി. ധൃതി കൂട്ടിയാൽ അതിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഷേപ്പ് കിട്ടാതെ പോവും. അപ്പോൾ നമുക്ക് നോക്കാം.
നല്ല കളർഫുള്ളായിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഷുഗർ സിറപ്പില്ലേ, ഇതിൽ നമ്മൾ പഞ്ചസാര കരിച്ച് ചേർത്ത് കൊടുത്തത്, അപ്പോൾ അത് 5 ടേബിൾ സ്പൂൺ എന്നുള്ളത് ഒരു 6-7 ടേബിൾ സ്പൂണൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ സിറപ്പ് കുറച്ചുകൂടി കിട്ടും. അപ്പോൾ സിറപ്പ് ഇഷ്ടമാണെങ്കിൽ 6-7-8 ടേബിൾ സ്പൂണൊക്കെ എടുക്കാം. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. പെർഫെക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു റെസിപ്പിയുമായിട്ട്. അതിന് മുൻപായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ഒന്ന് ലൈക്കും ചെയ്തേക്കണേ. താങ്ക്